കുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. പരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓണമാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടം പരിപ്പ് പായസം ആയിരിക്കും അല്ലേ? അതുപോലെ തന്നെ എന്താവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കുറച്ചും കൂടി താല്പര്യം പരിപ്പ് പായസം തന്നെയായിരിക്കും. അപ്പോൾ നമുക്കിന്ന് പരിപ്പ് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പരിപ്പ് പായസമാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ഞാനിവിടെ പരിപ്പ് പായസത്തിൽ തേങ്ങാപ്പാൽ എടുക്കുന്നതിൻ്റെ അളവ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒരു തേങ്ങ എടുക്കുക, അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഫസ്റ്റ് പാലെടുത്ത് മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി മിക്സിയിൽ അടിക്കുക. രണ്ടാമത്തെ പാലെടുക്കുക. മൂന്നാമത്തെ പാൽ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം വീതം ഒഴിച്ചാൽ മതി. അതുപോലെ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പാല് പോരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് നോക്ക്, നന്നായിട്ട് തിക്കായിട്ടുള്ള പാല് കിട്ടുമെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഓരോ നാട്ടിലും പായസത്തിലിടുന്ന സംഭവങ്ങൾക്ക് വ്യത്യാസം വരും ഇല്ലേ? പായസത്തിൽ ചിലവർ തേങ്ങ വറുത്തിടാറുണ്ട്, അതുപോലെ തന്നെ എള്ളിടുന്നവരുണ്ട്. ഇവിടെ പെരുമ്പളത്തൊക്കെ എല്ലാവരും എള്ളിടും. എൻ്റെ വീട്ടിൽ അങ്ങോട്ട് മുളകുകാട് എറണാകുളം ആ ഭാഗത്തേക്കൊന്നും എള്ളിടാറില്ല. അതുപോലെ തന്നെ ചില ആൾക്കാർ ചുക്കിടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇഷ്ടം ഏതാണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ എൻ്റെ രീതിക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലേക്ക് മാറ്റം വരുത്താം. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചെറുപയറ്റം പരിപ്പാണ്. നിങ്ങളെങ്ങനെയാണ് പറയുന്നത്? ചെറുപയർ പരിപ്പെന്നോ പായസപ്പരിപ്പ് എന്നൊക്കെ പറയും ഇല്ലേ? ദോ കണ്ടോ? അപ്പോൾ ഇത് 1/4 കിലോൻ്റെ അളവാണ്. 1/2 കിലോ വാങ്ങിയിട്ട് ഞാൻ പകുതി എടുത്തുള്ളൂ. അപ്പോൾ 1/4 കിലോൻ്റെ അളവാണ്. നമുക്കിത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം വാലാൻ വെക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് കഴുകിയിട്ട് വെള്ളം വാലാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് കഴുകേണ്ട ആവശ്യമില്ല, എന്ന് വെച്ചാൽ ഒരുപാട് നേരം കുതിർത്തിയിട്ട് കഴുകേണ്ട ആവശ്യമില്ല. പാക്കറ്റ് വാങ്ങുന്ന പരിപ്പിൽ അഴുക്കൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് വേണ്ടത് കദളിപ്പഴമാണ്. ഒരു 1/4 കിലോത്തിന് 50 രൂപയാണ് കദളിപ്പഴം. അതിൽ ഒരു 7 എണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ ഈ വലിപ്പത്തിലുള്ളത്. ശരിക്കും ഈ പായസത്തിൻ്റെ ഏറ്റവും ടേസ്റ്റുള്ള ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കദളിപ്പഴം ചേർക്കുമ്പോഴാണ്. പരമാവധി കദളിപ്പഴം തന്നെ വാങ്ങാൻ നോക്കുക. തീരെ നിവർത്തിയില്ല എങ്കിൽ ഞാലിപ്പൂവൻ പഴം പഴുത്തത് ഉപയോഗിക്കാം, പക്ഷേ പച്ച ഉപയോഗിക്കരുത്. വേറൊരു പഴം ചേർക്കരുത് കേട്ടോ. ശരിക്കും ചിങ്ങമ്പഴമോ അതുപോലെ തന്നെ ചെറുപഴമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പായസത്തിന് ഭയങ്കര പുളിയായി പോകും. ഇതാണ് ശരിക്കും പായസത്തിന് ഇടുന്ന പഴം. ഇതെവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂജാ സാധനങ്ങൾ കിട്ടുന്ന കടയുണ്ടാവുമല്ലോ. ഇപ്പോൾ ദൈവത്തിന് നേദിക്കാനായിട്ട് കൃഷ്ണൻ്റെ അമ്പലത്തിൻ്റെ അടുത്തുള്ള പൂജക്കടകൾ ഇത് കിട്ടും. ഇത് പെട്ടെന്നൊന്നും അങ്ങനെ പഴുക്കില്ല. അതുപോലെ തന്നെ കുറേ ദിവസം കേടാവാതിരിക്കുകയും ചെയ്യും. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ഞാൻ ശർക്കര ഉരുക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ 1 കിലോ ശർക്കര അങ്ങനെ തന്നെ ഉരുക്കി. ശരിക്കും 1/2 കിലോ ശർക്കര മതി. 1/2 കിലോ അല്ലെങ്കിൽ കുറച്ചും കൂടി, അത്ര അധികം മധുരം വേണ്ടല്ലോ. അപ്പോൾ 1/4 കിലോ പരിപ്പിന് 1/2 കിലോ ശർക്കര, അല്ലെങ്കിൽ ഒരു 1/2 കപ്പും കൂടി കൂടുതലെടുക്കാം. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു 1/2 കപ്പും കൂടി കൂടുതലെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഒരു തേങ്ങ അങ്ങനെ തന്നെ എടുക്കാം. വലുതാണെങ്കിൽ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുക്കുക, ചെറുതാണെങ്കിൽ 1.5 തേങ്ങ എടുക്കുക. അപ്പോൾ ഞാൻ കണ്ടോ ഈ വലിപ്പത്തിലുള്ള, എൻ്റെ കയ്യിൽ കണ്ടോ, എൻ്റെ കയ്യിലേക്കാളും വലുതാണ്. ഈ വലിപ്പത്തിലുള്ള ഒരു തേങ്ങയാണ് എടുത്തത്. ഞാൻ പൊട്ടിച്ച് വന്നപ്പോഴേക്കും അത് അലങ്കോലമായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് മൂത്തതായതുകൊണ്ട് ചുരണ്ടിയപ്പോൾ കൊത്തു കൊത്തായിപ്പോയി. അപ്പോൾ നിങ്ങൾ പരമാവധി പച്ചത്തേങ്ങ എടുക്കാൻ നോക്കുക. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ, ദാരിദ്ര്യം. ഈ തെങ്ങ് കയറുന്ന ആൾക്കാരെ കിട്ടാനാണ് ഇപ്പോഴത്തെ പാട്. അപ്പോൾ തെങ്ങ് കയറ്റക്കാരനെ അന്വേഷിച്ചിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് തെങ്ങ് അങ്ങോട്ട് കൊണ്ടുകൊണ്ട് വരും. പുള്ളിന് ഇത്രയും ദിവസമായിട്ടും കണ്ടില്ല. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുക്കിടണമെന്നുള്ള ഇഷ്ടമുള്ളവർക്ക് ചുക്കിടാം, അതുപോലെ എള്ളിടണമെന്നുള്ളവർക്ക് എള്ളിടാം, തേങ്ങാക്കൊത്ത് ഇടണമെന്നുള്ളവർക്ക് തേങ്ങാക്കൊത്തിടാം. ഇത് മൂന്നും നിങ്ങളുടെ ഒരു ഇഷ്ടമാണ്. ഇപ്പോൾ ഞാനിവിടെ ഏലക്കായും കശുവണ്ടിയും കിസ്മിസും മാത്രമാണ് ഇടുന്നത്. അതുപോലെ തന്നെ ഈ തേങ്ങ നമുക്ക് 3 പാലെടുക്കാം. 2 പാലെടുത്താൽ മതി, എന്നാലും നമുക്ക് 3 പാലെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് പരിപ്പ് വറുത്തെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇനി പരിപ്പിട്ടിട്ട് ഒരു ചെറിയ ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്ക് മൊരിയിച്ചെടുക്കാം, വറുത്തെടുക്കാം.
ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ പരിപ്പ് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. നമ്മൾ ഗ്യാസ് അടുപ്പിൽ തന്നെ ഉരുളിയിലിട്ട് വേവിച്ച് വരുമ്പോഴേക്കും കാശൊന്നും മുതലാവില്ല, ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇത് വേവിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ 3-ാം പാൽ ഒഴിച്ചിട്ട് വേവിക്കുക, അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ വേവിക്കുക. അപ്പോൾ ഇത് ഏകദേശം 1 ഗ്ലാസ് പരിപ്പുണ്ട്, 1 ഗ്ലാസിൻ്റെ അടുത്ത് പരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാൻ വെക്കാം. 1 2 ഗ്ലാസ് മതിയാവൂലേ? 1/2 ഗ്ലാസും കൂടെ വെക്കാം. അപ്പോൾ 2.5 ഗ്ലാസ് വെക്കാം. നമുക്ക് പറ്റിക്കാമല്ലോ വെള്ളം. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് ഒരു 3 വിസിൽ കൊടുക്കാം. അപ്പോഴേക്കും വേഗം നന്നായിട്ട് വേഗം. അപ്പോൾ നമ്മുടെ പരിപ്പ് വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ട്. കണ്ടോ, 3 സ്റ്റീം. എൻ്റെ കുക്കറിന് 3 സ്റ്റീം മതി. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന പരിപ്പിൻ്റെയും കുക്കറിൻ്റെ സ്റ്റീമിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ 3 സ്റ്റീം അടിച്ചിട്ടൊന്ന് നോക്കട്ടെ പരിപ്പ് എന്താന്ന്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് ഈ പരിപ്പിലുണ്ടല്ലോ ഇനി കുറച്ച് നെയ്യിട്ട് ഒന്ന് വരട്ടണം. ആ പരിപ്പിൻ്റെ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയാണ് ആദ്യം നമ്മൾ വറുക്കണതും. അതിൻ്റെ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയാണ്. ഇനി വെന്ത് കഴിയുമ്പോഴും നമ്മൾക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് വരട്ടണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇടാം. പരിപ്പിൻ്റെ ആ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് 3-ാം പാൽ ഇതിലോട്ട് ഒഴിക്കാം. അപ്പോൾ ഇത് 3-ാം പാലാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് വരട്ടാം. എൻ്റെ വീട്ടിൽ പായസം ഉണ്ടാക്കുന്ന അച്ഛനാണ് കേട്ടോ. അച്ഛൻ പല പല പരീക്ഷണങ്ങളും ഇതിൽ നടത്താറുണ്ട്. അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പായസമായിരിക്കും അച്ഛൻ്റെ. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചിക്ക് പായസം ഉണ്ടാക്കാനായിട്ടുള്ളൊരു അവസരം അച്ഛൻ ഇതുവരെ കൊടുത്തിട്ടില്ല. അച്ഛൻ തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് നന്നായിട്ട് ഇഷ്ടമുള്ള ആളാണെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഒരു 50 ഗ്രാം നെയ്യൊക്കെ പായസത്തിൽ ഇടണോണ്ട് കുഴപ്പമൊന്നുമില്ല. എന്തായാലും അത്രയും നെയ്യ് വേണം കേട്ടോ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ കല്യാണ വീടുകളിൽ കദളിപ്പഴം കൊടുത്തു കഴിഞ്ഞാൽ അവന്മാർ അതങ്ങനെ ഫുള്ളായിട്ട് ഇടാറില്ല. അവന്മാർ നൈസായിട്ട് ലാടിക്കൊണ്ട് പോവുക ചെയ്യുക. അപ്പോൾ അവരെന്ത് ചെയ്യുന്ന കുറച്ച് പൈനാപ്പിൾ ചേർക്കും. അതിന് പകരം പൈനാപ്പിൾ നല്ല പഴുത്തിട്ട് അവരൊന്ന് വെള്ളത്തിട്ടൊന്ന് വേവിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കും. അപ്പോൾ ആ ഒരു പുളിപ്പ് കുറവായിരിക്കും. നമുക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. 2-ാം പാൽ ചേർത്ത് നന്നായിട്ട് വരട്ടിക്കൊണ്ടിരിക്കണം. ഒരു 5-10 മിനിറ്റോളം തന്നെ നമ്മൾ നന്നായിട്ട് വരട്ടുക. അടിക്ക് പിടിക്കാതിരിക്കണം. വീട്ടിലെ അച്ഛനൊക്കെ ഒരുപാട് ടൈം എടുത്താണ് കേട്ടോ പായസം ഉണ്ടാക്കണം. എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടും ഒരുപാട് ടൈം എടുക്കും. അതിങ്ങനെ പരിപ്പ് ഇങ്ങനെ വരട്ടി 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 റെഡിയാക്കി എടുക്കണം, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 2-ാം പാലും 3-ാം പാലും ഒഴിച്ചിട്ട് വരട്ടി നല്ല കുറുക്കി സൂപ്പറായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഐസ്ക്രീം പോലെയായി. അപ്പോൾ ഇനി നമുക്ക് ശർക്കര ചേർക്കാം. ശർക്കര ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പരിപ്പ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ശർക്കര ചേർക്കാൻ പാടുള്ളൂ. ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പരിപ്പ് വേകില്ല. ഇനിയത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ ശർക്കരയും ഈ സംഭവം ഈ പരിപ്പ് വേവിച്ചതും കൂടി നന്നായിട്ട് യോജിപ്പിച്ച് വരണം. അത്രയും നേരം നമ്മൾ ഇളക്കി റെഡിയാക്കണം. അപ്പോൾ നമുക്ക് ശ്രമം തുടരാം. റെഡി, 1 2 3. അപ്പോൾ ശർക്കര നന്നായിട്ട് യോജിച്ച് കണ്ടോ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശർക്കരക്ക് ഒരു കുത്തലുണ്ട്, അറിയാലോ. ആ കുത്തൽ മാറണ വരെ നമുക്ക് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ചേർക്കാവുന്നതാണ്. നെയ്യ് ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കരുത്. നമ്മളിപ്പോൾ 2 പ്രാവശ്യം നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്തഴിച്ചാൽ മതി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു 10-15 ഏലക്കായ എടുക്കുക. ഏലക്ക നല്ല വലുത് നോക്കി എടുക്കുക. അത് 1 സ്പൂൺ പഞ്ചസാര കൂട്ടി പൊടിച്ചെടുക്കുക.
ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് വേണം നമുക്കിതിലോട്ട് ചേർക്കാനായിട്ട്. ഏലക്കയുടെ തൊലി നമുക്ക് ആവശ്യമില്ല. അത് നമുക്ക് പായസത്തിൽ പൊടിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാറാകുമ്പോഴേക്കും ഏലക്കയുടെ തൊലി വീർക്കൂലേ, ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. അത് തുപ്പാനേ നേരം കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഏലക്കയുടെ തൊലി എടുത്ത് മാറ്റും. അപ്പോൾ എൻ്റെ റിലേഷനിലുള്ള ഒരു കൊച്ചിട്ടോ, പുള്ളിക്കാരത്തി ഏലക്ക പൊളിക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, തമാശക്ക് പറഞ്ഞതാ, ഏലക്കയുടെ തൊലിയാണ് നല്ലത്, അതിൻ്റെ കുരു ഒരു കാശിന് കൊള്ളൂല എന്ന് പറഞ്ഞു കേട്ടോ. കുറേ നേരം കഴിഞ്ഞ് ചെന്നപ്പോൾ പുള്ളിക്കാരത്തി തൊലിയൊക്കെ പൊളിച്ചൊരു കടലാസിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഏലക്കയുടെ കുരു വലിച്ചെറിഞ്ഞ് കളഞ്ഞു. അന്നത്തെ ദിവസം നല്ല ചീത്ത കിട്ടും. അപ്പോൾ ഞാൻ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കദളിപ്പഴം ഇല്ലേ, കദളിപ്പഴം 1/4 പാലും കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ 1/4 പാൽ എടുത്തത്. അപ്പോൾ 1/4 പാലും കദളിപ്പഴവും കൂടി നന്നായിട്ട് അടിച്ചെടുക്കാം. 3 പഴമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഏലക്കായും ജീരകമൊക്കെ റെഡിയാക്കാൻ പോയ സമയത്തിനുള്ളിൽ ഇതിങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്കിത് കാണുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ ഇലയിൽ ഒഴിച്ച് കഴിക്കേണ്ട ഒരു സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് മുറുകിയാണ്ടിരിക്കണമെങ്കിൽ നമ്മുടെ 1/4 പാൽ ചെല്ലുമ്പോഴേക്കും ലൂസാവും. അപ്പോൾ നമുക്ക് പഴവും 1/4 പാലും കൂടി അടിച്ച് വെച്ചേക്കണത് ഇതിലോട്ടിടാം. 1/4 പാലിൻ്റെ പകുതി മാത്രമേ ഞാൻ ഇതിൽ ചേർത്തുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടി യോജിക്കാൻ വേണ്ടി നമുക്ക് അത്രയും നേരം കൂടി ഇളക്കിക്കൊണ്ടിരിക്കണം. അതേ പഴം ഒരു കഷ്ണം വെന്തില്ല, മിക്സിയിൽ അടിച്ചിട്ട് അടിഞ്ഞില്ല. അപ്പോൾ അതൊന്ന് ഞമ്മി റെഡിയാക്കട്ടെ. പുള്ളി ഒരു പിടിയും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ പഴം ഇട്ടിട്ട് നന്നായിട്ട് വരട്ടി കഴിഞ്ഞു. നല്ല മണമൊക്കെ ആയി, പായസത്തിൻ്റെ ഏകദേശം മണമൊക്കെ ആയി. അപ്പോൾ നമുക്കിനി ഏലക്ക പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇടാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 1/4 പാലും ചേർത്ത് കൊടുക്കാം. ഇതോടുകൂടി ഇതിൻ്റെ പരിപാടി കഴിഞ്ഞതായിട്ട് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. നെയ്യിലേക്ക് നമുക്ക് കിസ്മിസ് ഇടാം. അപ്പോൾ ഇനി കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡിയായി. സൂപ്പർ അല്ലേ? നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഓണത്തിന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പുതിയ കുട്ടികളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക് യു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പായസം? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ ആൾക്കാരുണ്ടെങ്കിൽ. അതുപോലെ തന്നെ പുതിയ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം എന്നെ പറ്റിയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളത്, എല്ലാവർക്കും ഹാപ്പി ഓണം. സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി തന്നെ ഓണം ആഘോഷിക്കുക.